യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ചലിക്കട്ടെ. കലക്കങ്ങൾ വീട്ടു മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ചിലർ സ്വപ്നം പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കലക്കത്തിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, അവ ഒരു കൈ വെറുതെ വീശിയാൽ അടി ഉണ്ടാകത്തില്ല, ഒച്ച ഉണ്ടാകത്തില്ല. കൈ വീശുമ്പോൾ കൊട്ടി അടിക്കുന്നതുകൊണ്ട് ആ ശബ്ദം ഉണ്ടാകുന്നത്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങളെ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങളുടെ വീടിന്റെ അകത്ത് കലക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവിക പദ്ധതികൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് കലക്കമില്ലാത്ത സമാധാനമുള്ള ഒരു അനുഭവം വീടിന്റെ അകത്ത് വെളിപ്പെടണം. യേശു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പറഞ്ഞേ, നിങ്ങളുടെ വീട്ടിലൊരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ അവന്റെ മേൽ അസമാധാനം ഇരിക്കും. പറഞ്ഞേ, ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ഈ സമാധാനം കെടുത്തുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരിക്കാം. അവരുടെ മേൽ ഇന്ന് രാത്രി കെട്ടഴിയുന്നത് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തോടെ ഞാൻ പറയുന്നു, അവൻ ഒരു പാമ്പ് ചുറ്റിയിട്ടിരിക്കുന്നത് പോലെ അവൻ വരഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പൈശാചിക മേഖലകളെ നോക്കി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഈ വാലേമറ്റത്തിന്റെ അകത്ത് കലക്കങ്ങൾ ഉണ്ടാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ, കുടുംബ തകർച്ചകളെ ഉണ്ടാക്കാൻ, കുടുംബ ബന്ധങ്ങളിലകത്ത് വിള്ളലുകൾ ഉണ്ടാക്കുന്ന ചില പൈശാചിക മേഖലകൾ ഈ ദേശത്ത് ഇപ്പോൾ മാറുകയാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കട്ടെ. പറഞ്ഞേ, 24 മണിക്കൂർ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ദൈവഹിതം എന്തെന്നറിയാൻ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക, ഇതല്ലോ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ കടഭാരം ചുമക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? ക്രിസ്തീയ ജീവിതം പട്ടിണിയും ദാരിദ്ര്യമാണോ? അല്ല. സ്തോത്രം പറഞ്ഞേ. എനിക്ക് പട്ടിണി ഒന്നും മാറിയില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. വചനം വ്യക്തമായിട്ട് പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം 15%, 20%, 30%, 40%, 80%, 99.9 ശതമാനവും അല്ല, 100%. ദൈവം പ്രവർത്തിക്കുന്ന എല്ലാ വിഷയത്തിലും 100% അവൻ പ്രവർത്തിക്കും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു നന്മ തരുമെന്ന് പറഞ്ഞാൽ പകുതി നന്മ തന്നിട്ട് മാറ്റിവെക്കുന്നവരല്ല. നിന്റെ വീടിന്റെ അകത്ത് ഒരു സൗഖ്യം തരുന്നത് പകുതി തന്നിട്ട് വെക്കുന്നവനല്ല. നിന്റെ ജീവിതത്തിന്റെ അകത്ത് സമൃദ്ധി നൽകിയിട്ട് അവൻ അഭിവൃദ്ധി നൽകിയിട്ട് പകുതി തരുന്നവനല്ല. അവൻ 100% നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്ന ദൈവമത്രേ. ദൈവം സമൃദ്ധി നൽകും. സമൃദ്ധി ഇഷ്ടപ്പെടണം. എനിക്ക് 2 കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് 2 കാറുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സ്വന്തം പറഞ്ഞേ. എനിക്ക് കാറില്ല, അതുകൊണ്ട് എനിക്ക് കാറ്. സ്വന്തം. ഇത് പകരത്തിന് പകരമാണ്. മറ്റൊരാളുടെ നന്മയിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നന്മ ഉണ്ടാകത്തില്ല. മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷിക്കും
അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. കാര്യം അവരും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. അതുകൊണ്ട് ഞാൻ അഭിഷേകത്തോടെ പറയാം, സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് ദൈവത്തിന്റെ ശരീരം.